നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനോടൊപ്പം തന്നെ തുർക്കിയും ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാനോടുള്ള പ്രേമം കാരണം അകമഴിഞ്ഞ് സഹായിച്ചതാണ് ഇപ്പോൾ തുർക്കിയെ ഇന്ത്യ മൊത്തത്തിൽ വെറുക്കാനുള്ള ഒരു കാരണമായിരിക്കുന്നത്. മുൻപ് തുർക്കിയിൽ വലിയൊരു ഭൂകമ്പം നടന്നപ്പോൾ ആദ്യം ഓടിയെത്തിയത് ഇന്ത്യയാണ്. എന്നാൽ അതുപോലും മറന്നാണ് ഇന്ത്യൻ ജനതയ്ക്ക് മേൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തം ചിതറാനായിട്ട് പാകിസ്ഥാന് വേണ്ടി ഡ്രോണുകൾ തുർക്കി യാതൊരു മനസ്താപമില്ലാതെ കൈമാറിയത്. ഏതായാലും തുർക്കിയാണ് അല്ലെങ്കിൽ തുർക്കിയുടെ ഡ്രോണുകളാണ് ഇന്ത്യയിലേക്ക് പതിക്കാനായിട്ട് വന്നത് എന്നറിഞ്ഞത് മുതൽ തന്നെ അല്ലെങ്കിൽ ആ വാർത്ത പുറത്തു വന്നത് മുതൽ തന്നെ തുർക്കിക്കെതിരെ വലിയ രീതിയിലുള്ള ബഹിഷ്കരണമാണ് സോഷ്യൽ മീഡിയ പേജുകളിലും അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരികളടക്കം തുർക്കിയുമായി വ്യാപാരം നടത്തുന്ന വ്യാപാരികളടക്കം പറഞ്ഞുകൊണ്ടും നടത്തിക്കൊണ്ടും ഇരിക്കുന്നത്. ഏതായാലും തുർക്കിയുടെ പാക് പ്രിയം തുർക്കിക്ക് തന്നെ ഒരു വലിയ തലവേദനയായി മാറിയ സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇനി അങ്ങോട്ടും അത് തന്നെയാണ്, അത് വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇന്ത്യയെ വെല്ലുവിളിച്ച് പാകിസ്ഥാന് പിന്തുണയുമായി ഓടിയപ്പോൾ തങ്ങൾക്ക് ഇത്രയേറെ നഷ്ടപ്പെടാനുണ്ടാകുമെന്ന് തുർക്കി ചിലപ്പോൾ സ്വപ്നത്തെ പോലും ചിന്തിച്ചു കാണില്ല. ദുരന്തകാലത്ത് ഒരു കൈസഹായം ചെയ്ത് ഇന്ത്യയെ പിണക്കാൻ തീരുമാനിച്ചതാണ് തുർക്കിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു മണ്ടത്തരം തുർക്കിക്ക് കാണിക്കാനായിട്ട് തോന്നിയത് എന്നുള്ളതാണ്. ആ വികാരം രാജ്യത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ അലയടിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ തുർക്കിയെ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള പുറപ്പാടിലാണ് എന്നാണ്. തുർക്കിയുടെ പാക് പ്രീണനത്തിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് കാണാം. ചൈനയെ പോലെ എർദോഗാനും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ണുവെച്ചിട്ടുണ്ടെന്നാണ്. ഇതിന്റെ ഭാഗമായി ബഹിരാകാശത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുന്നതിനായി ഒരു ബഹിരാകാശ പോർട്ട് നിർമ്മിക്കാനുള്ള സ്ഥലം അദ്ദേഹം അന്വേഷിക്കുന്നുണ്ടെന്നുമാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹോൺ ഓഫ് ആഫ്രിക്കയിൽ സൊമാലിയുമായി ഒരു ബഹിരാകാശ തുറമുഖം നിർമ്മിക്കുന്നതിനായി തുർക്കി ചർച്ച നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിലൂടെ ഹോൺ ഓഫ് ആഫ്രിക്കയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക മാത്രമല്ല ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനും സൊമാലിയയിൽ നിന്നൊരു ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ പാഡ് നിർമ്മിക്കാനും തുർക്കി ശ്രമിക്കുന്നു. ഇതിലൂടെ സൊമാലിയയിലെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം പ്രയോജനപ്പെടുത്താനാണ് തുർക്കി ആഗ്രഹിക്കുന്നത്. തുർക്കിയുടെ ഈ പദ്ധതി ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിലും പാകിസ്ഥാനെ സഹായിക്കാൻ തുർക്കി നിലകൊണ്ട രീതി ഭാവിയിൽ പുതിയ അപകടത്തിലേക്കുള്ള വാതിൽ കൂടിയാണ് തുറക്കുന്നത്. ഭാവിയിൽ പാകിസ്ഥാന് സ്പേസ് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ തുർക്കിയുമായി ചേരാൻ കഴിയുമെന്നും ഇത് ഇന്ത്യക്ക് നേരിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും reasonancenews.comന്റെ റിപ്പോർട്ട് പറയുന്നു. ഈ പദ്ധതിയിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇപ്പോൾ സ്വാധീനം വർദ്ധിപ്പിക്കാൻ തുർക്കി ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്കും നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും തുർക്കി തങ്ങളുടെ ഡ്രോണുകളും മറ്റു ആയുധങ്ങളൊക്കെ തന്നെ വേഗത്തിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സൊമാലിയയിൽ ഒരു സ്പേസ് പോർട്ട് തുടങ്ങിയതിനു ശേഷം തുർക്കിക്ക് തങ്ങളുടെ പ്രതിരോധ പരിപാടി വളരെ വേഗത്തിൽ വികസിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. വാസ്തവത്തിൽ നിരവധി ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളാൽ തുർക്കി വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. മെഡിറ്ററേനിയൻ കടലിലും കരിങ്കടലിനും സമീപം പരീക്ഷണങ്ങൾ നടത്തുന്നത് അവർക്ക് വളരെ അപകട സാധ്യത നിറഞ്ഞ നീക്കമാണ്. അതിർത്തിക്കുള്ളിൽ നിന്ന് മിസൈലുകൾ പരീക്ഷിക്കുന്നതും ആന്തരികവും ബാഹ്യവുമായ സുരക്ഷ നിരന്തരം നിരീക്ഷിക്കുന്നതും തുർക്കിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതിനാൽ ഭൂമിശാസ്ത്രപരമായി അതിന് അനുയോജ്യമായതും തന്ത്രപരമായി പ്രയോജനകരവുമായ ഒരു സ്ഥലവുമാണ് തുർക്കി തിരയുന്നത്. എർദോഗാന്റെ ഈ മാനദണ്ഡത്തിന് സൊമാലിയ അനുയോജ്യമാണ്. ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സൊമാലിയ ഇന്ത്യൻ മഹാസമുദ്രത്തിനടുത്തുള്ള സൊമാലിയയുടെ തീരപ്രദേശം, ഭൂമധ്യരേഖയോടുള്ള സാമീപ്യം എന്നിവ ഒരു ബഹിരാകാശ തുറമുഖം നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു. ഇവിടെ നിന്നുള്ള ഭൂമധ്യരേഖ വിക്ഷേപണ സ്ഥലങ്ങൾ ഭൂമിയുടെ ഭ്രമണ വേഗതയിൽ നിന്ന് പ്രയോജനം നേടുന്നു. ഇത് റോക്കറ്റ് വിക്ഷേപണങ്ങൾക്ക് സ്വാഭാവിക നേട്ടമാണ്. ഇവിടെ നിന്ന് വിക്ഷേപിക്കുമ്പോൾ മിസൈലുകൾക്ക് കുറഞ്ഞ ഇന്ധനം മാത്രമേ ആവശ്യമുള്ളൂ. മാത്രമല്ല തുർക്കിക്ക് ഇതൊരു സുരക്ഷിതമായ ഇടം കൂടിയാണ് നൽകുന്നത്. സൊമാലിയയിലെ ജാമെ ജൂൺ മേഖലയിലാണ് ബഹിരാകാശ തുറമുഖം നിർമ്മിക്കാൻ തുർക്കി ആഗ്രഹിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2028ഓടെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനുള്ള പദ്ധതിയിൽ പ്രവർത്തിക്കാമെന്നാണ് തുർക്കി ആഗ്രഹിക്കുന്നത്. ഇതിനായി $1 ബില്യൺ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 2021 തന്നെ പദ്ധതിയെപ്പറ്റി എർദോഗാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ബഹിരാകാശ തുറമുഖത്തിന്റെ നിർമ്മാണം മുതൽ അറ്റകുറ്റപ്പണികൾ വരെ ഏകദേശം $350 മില്യൺ ചിലവാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തുറമുഖം തുർക്കിക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നേരിട്ട് പ്രവേശനം നൽകുന്നു. അതുവഴി മിസൈൽ, റോക്കറ്റ് പരീക്ഷണങ്ങൾ ജനവാസമില്ലാത്ത ജലപ്രദേശങ്ങളിലേക്ക് തിരിച്ചുവിടാൻ കഴിയും. മറുവശത്ത് തുർക്കിയിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കുകയാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അത് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാനും ഇടപെടാനും കഴിയും. എന്നാൽ ഇത് സൊമാലിയയ്ക്ക് അപകടമാണ്. ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ കമാൻഡ്, മാലിദ്വീപ്, ഇന്ത്യൻ നാവികസേനയുടെ ആഫ്രിക്കൻ തന്ത്രം എന്നിവയുടെ സംവേദനക്ഷമതയുള്ള ഒരു പ്രദേശത്താണ് സൊമാലിയ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തുർക്കിയുടെ സ്ഥിരമായ ബഹിരാകാശ താവളം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യയുടെ ആധിപത്യത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാകും. ഇന്ത്യക്കെതിരായ പോരാട്ടത്തിൽ തുർക്കി പാകിസ്ഥാനോടൊപ്പം നിൽക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്.
അതിനാൽ ഭാവിയിൽ പാകിസ്ഥാൻ തുർക്കിയുടെ സൊമാലിയ തുറമുഖം മുതലെടുക്കില്ല എന്നത് നിഷേധിക്കാനാവില്ല. ജിബൂട്ടിയിൽ ചൈന ഇതിനകം ഒരു സൈനിക താവളം നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുർക്കി കൂടി വന്നാൽ ചൈന പാക് തുർക്ക് ത്രികോണം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യക്കായി ഒരു അപകടകരമായ സഖ്യം രൂപപ്പെടുത്തിയേക്കാം. ഇത് ഇന്ത്യക്കെതിരെ പടിഞ്ഞാറ് പാകിസ്ഥാൻ, വടക്ക് ചൈന, തെക്ക് പടിഞ്ഞാറ് സൊമാലിയയുടെ ബഹിരാകാശ തുറമുഖത്ത് നിന്ന് തുർക്കി എന്നിങ്ങനെ 3 മുന്നണി ഭീഷണിക്ക് തുടക്കമിട്ടേക്കാം. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാന് തുറന്ന പിന്തുണ നൽകിയ തുർക്കിയോട് കടുത്ത പ്രതിഷേധം രാജ്യത്ത് ഉയരുകയാണ്. തുർക്കിയോടുള്ള വാണിജ്യ ബന്ധങ്ങൾ പരമാവധി വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായി തുർക്കി ഉൽപ്പന്നങ്ങളായ ചോക്ലേറ്റുകൾ, കാപ്പി, ജാം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, വസ്ത്രങ്ങൾ എന്നിവ ഇന്ത്യൻ പലചരക്ക് കടകളും പ്രമുഖ ഓൺലൈൻ ഫാഷൻ റീറ്റെയിലർമാരും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ ഉലച്ചിലിനിടെയാണ് ഇന്ത്യൻ റീറ്റെയിലർമാരും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും തുർക്കി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ഭക്ഷ്യവസ്തുക്കൾ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, യാത്രാ സേവനങ്ങൾ എന്നിവയെല്ലാം ബഹിഷ്കരണത്തിന്റെ പരിധിയിൽ വരും. 13 ദശലക്ഷം പലചരക്ക് കടകൾക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷൻ തുർക്കി ഉൽപ്പന്നങ്ങൾക്ക് അനിശ്ചിതകാലത്തേക്ക് പൂർണ്ണമായ ബഹിഷ്കരണം പ്രഖ്യാപിച്ചു. ചോക്ലേറ്റ്, വേഫറുകൾ, ജാം, ബിസ്ക്കറ്റ്, ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ എന്നിവയെ ഇത് ബാധിക്കുമെന്ന് ഫെഡറേഷൻ അറിയിച്ചു. ഏകദേശം 2000 കോടി രൂപയാണ് ഇതുവഴി തുർക്കിക്ക് നഷ്ടമാവുക. പ്രമുഖ ഇന്ത്യൻ ഓൺലൈൻ ഫാഷൻ റീറ്റെയിലർമാരും ബഹിഷ്കരണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിന്റെ ഫാഷൻ വിഭാഗമായ മിന്ത്ര, ട്രെൻഡിയോൾ, LC, വൈക്കിക്കി, മാവി തുടങ്ങിയ തുർക്കി ബ്രാൻഡുകൾ ഒഴിവാക്കിയതായി റിപ്പോർട്ടുണ്ട്. റിലയൻസിന്റെ ഫാഷൻ പ്ലാറ്റ്ഫോമായ അജിയോ, ട്രെൻഡിയോൾ, കോട്ടൺ തുടങ്ങിയ പ്രമുഖ തുർക്കി ബ്രാൻഡുകളെ ലിസ്റ്റിംഗുകളിൽ നിന്ന് നീക്കം ചെയ്തു. പല ഉൽപ്പന്നങ്ങൾക്കും സ്റ്റോക്കില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ യാത്രക്കാർ തുർക്കിയിലേക്കുള്ള യാത്രകൾ റദ്ദാക്കുകയും സർക്കാർ തുർക്കി ഏവിയേഷൻ സർവീസസ് കമ്പനിയായ സെലബിയുടെ സുരക്ഷാ അനുമതി റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ ഔദ്യോഗികമായി ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അനൌദ്യോഗിക പ്രചാരണം ശക്തി പ്രാപിക്കുകയാണ്. കഴിഞ്ഞ വർഷം തുർക്കിയിൽ നിന്നുള്ള ഇറക്കുമതി $2.7 ബില്യൺ ആയിരുന്നു. പ്രധാനമായും ധാതു ഇന്ധനങ്ങളും അമൂല്യ ലോഹങ്ങളുമായിരുന്നു ഇവ. വസ്ത്ര ഇറക്കുമതി മാത്രം $81 ദശലക്ഷം ആയിരുന്നുവെന്ന് കണക്കുകൂട്ടലുകൾ വ്യക്തമാക്കുന്നു. റീറ്റെയിൽ മേഖലയ്ക്ക് പുറമേ ബഹിഷ്കരണം വ്യാപിക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖന്ദർ സിംഗ് സുഖു തുർക്കി ആപ്പിൾ ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുമെന്നും പറഞ്ഞു. 2024 ഏകദേശം $60 ദശലക്ഷം തുർക്കി ആപ്പിൾ ഇറക്കുമതിയാണ് നടന്നത്. ഏതായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള ബഹിഷ്കരണമാണ് തുർക്കിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അത് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് മുൻപിലുള്ളത്.